ഖൈറൻ മിൻഹാ എന്ന് നമ്മൾ പറഞ്ഞാൽ, മുസ്ലിമായ ഒരു മനുഷ്യൻ അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈറായത് അല്ലാഹ് കൊടുക്കും കേട്ടോ, അല്ലാഹ് കൊടുക്കാതിരിക്കില്ല, ഉറച്ചു വിശ്വസിച്ചോളണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ചിന്തിക്കൂ സഹോദരന്മാരെ, അല്ലാഹു അതൊക്കെ മനസ്സറിഞ്ഞുകൊണ്ട് പറയുന്ന ഈമാനുള്ള ആളുകളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾ നോക്കൂ, ഇത് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം വിശദീകരിച്ചു കൊടുത്തത് സഹാബത്ത് പഠിച്ചു. സഹാബിമാരൊക്കെ അത് മനസ്സിലാക്കി, അവരതിന്റെ അർത്ഥസഹിതം അത് ഹൃദിസ്ഥമാക്കി, അവരത് ശരിക്കും മനസ്സിലാക്കി, അത് പഠിച്ചവര് മനസ്സിലാക്കി നടക്കുകയാണ്. ആ സമയത്തുണ്ടായ ഒരു കാര്യം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. ഫലമ്മാ മാത അബൂ സലമ, ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹ എന്ന സ്വഹാബ വനിത പറയുകയാണ്, അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു എന്റെ ഭർത്താവാണ്, ഉമ്മു സലമയുടെ ഭർത്താവാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. അബൂ സലമത്ത് മരിച്ചപ്പോൾ ഖുൽതു, ഞാനിങ്ങനെ പറഞ്ഞു, ഖുൽതു, ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് ഈ ദുആയാണ് ഓർമ്മ വന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ദുആ, അത് ചൊല്ലിയാൽ നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈർ തരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ ഓർത്തപ്പോ എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പോയി. എന്താ എനിക്ക് തോന്നിയത്? ഉമ്മു സലമ ബീവി പറയുകയാണ്, അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ, എന്റെ ഭർത്താവായ അബൂ സലമത്തിനേക്കാൾ ഖൈറായവര് മുസ്ലിമീങ്ങളിൽ ആരുണ്ട്? നഷ്ടപ്പെട്ടതിനേക്കാൾ ഖൈർ കിട്ടുമെന്നാണല്ലോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്. എന്റെ ഭർത്താവായ അബൂ സലമയുടെ വഫാത്തിന്റെ നേരത്ത് ഞാൻ ചിന്തിച്ചു, എനിക്ക് നഷ്ടപ്പെട്ട ഭർത്താവായ അബൂ സലമയേക്കാൾ ഖൈർ എനിക്കാരെ കിട്ടാനാണ്? കാരണം മഹാനാണല്ലോ. അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോകാൻ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്കും എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹബ്ശീനിയയിലേക്കും അതുപോലെ തന്നെ മദീനയിലേക്കുമൊക്കെ ഹിജ്റ പോയവരിൽ മുൻപന്തിയിലുണ്ടായ കുടുംബമാണല്ലോ അബൂ സലമത്തിന്റെ കുടുംബം. അത്രയും മഹാനായ അബൂ സലമത്തിനേക്കാൾ ഞാൻ ഈ ദുആ പറഞ്ഞിട്ട് എനിക്കാരെ കിട്ടാനാണ് എന്ന് ഞാൻ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു. എന്നാലും സുമ്മ ഇന്നി ഖുൽതുഹാ, അങ്ങനെയൊക്കെ എന്റെ മനസ്സിൽ തോന്നിയെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ദുആയല്ലേ എന്ന നിലക്ക് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഈ ദുആ ഞാൻ അല്ലാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ അത്ഭുതം സംഭവിച്ചു പോയി. അതെന്തെന്നല്ലേ മഹദി പറയുന്നത് കേട്ടോളൂ. എനിക്കല്ല പകരം തന്നു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനെയാണ് അല്ലാഹ് എനിക്ക് പകരം തന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എത്ര വലിയ ഒരു ചരിത്ര സംഭവമാണത്. ആ മഹദി വിശദീകരിക്കുകയാണ്, ഞാൻ എന്റെ മരണ ദുഃഖത്തിൽ എന്റെ പ്രിയതമന്റെ വേർപാടിന്റെ ദുഃഖവുമായി കഴിഞ്ഞുകൊണ്ടിരുന്ന അതിന്റെ നാളുകൾ കുറെ പിന്നിട്ടതിന്റെ ശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അല്ലാഹുവിന്റെ റസൂൽ അർസല ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ, ഹാത്തിബ് റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയെ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ദൂതനായി പറഞ്ഞേക്കുന്നു. എന്തിനാ പറഞ്ഞയച്ചത്? യഖ്തുബുനി ലഹു, അല്ലാഹുവിന്റെ റസൂലിന് മണവാട്ടിയായി എനിക്ക് സമ്മതമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയതാ ഹാത്തിബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചിരിക്കുന്നു. ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ അതാ അബൂ സലമത്തിന്റെ വഫാത്തിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂലിന്റെ മണവാട്ടിയായി, നബി തങ്ങളുടെ ഭാര്യയായി, മുസ്ലിം ലോകത്തിന്റെ മുഴുവനും ഉമ്മയായി, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ പെട്ട നിലക്കാണ് ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ വഫാത്തായിട്ടുള്ളത്. ഇവിടെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്?
നമ്മളൊരു പക്ഷേ ചിന്തിക്കും, ഒരു അപകടം വരുമ്പോ ഇതിനേക്കാണൊക്കെ ഹൈറ് കിട്ടണം എന്നാ എന്ത് കിട്ടാനാണ്? അത് നമ്മളല്ല തീരുമാനിക്കുന്നത്, അള്ളയാണ് വലിയവൻ. അതുകൊണ്ട് നമ്മുടെ ബാധ്യത അത് ചിന്തിക്കലല്ല, നമ്മോട് പറഞ്ഞത് ചെയ്യലാണ്, ക്ഷമിക്കലാണ്, സഹിക്കലാണ്. അങ്ങനെ ഉമ്മു സലമത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തില്ലേ? ഇനി പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലുണ്ടായ ഒട്ടേറെ ക്ഷമകളുടെ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കേട്ടാൽ അത്ഭുതം തോന്നുന്ന ഒരു ചരിത്രം അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തുണ്ടായി. ക്ഷമയുടെയും സഹനത്തിന്റെയും മഹാത്മ്യം, അതുകൊണ്ട് പിൽക്കാലത്ത് കിട്ടുന്ന ഗുണങ്ങൾ എത്രയാണെന്ന് ആ ഒരൊറ്റ സംഭവത്തിലൂടെ അതിശയകരമായ സംഭവമാണ്, അത്യപൂർവമായ സംഭവമാണ്, അഭൂതപൂർവമായ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടന്നതാണ്. എന്താണ് ആ സംഭവത്തിന്റെ വിശദ വിവരം? അതാ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ മുഴുവനും, ഹദീസ് പണ്ഡിതന്മാരിൽ മിക്ക ആളുകളും വളരെ കൃത്യമായി തന്നെ ആ സംഭവം നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അതെന്തെന്നല്ലേ? അതാ മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ, ആ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ ഒരു കുട്ടി മരിക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് ഉമ്മു സുലൈം. ആ ഉമ്മു സുലൈമിന്റെയും അബൂ തൽഹക്കും ഉണ്ടായ കുഞ്ഞാണ്. ആ കുഞ്ഞ് മരിച്ച നേരം അബൂ തൽഹ വീട്ടിലുണ്ടായിരുന്നില്ല. ഭർത്താവ് ആ അവസരത്തിൽ എന്തോ ആവശ്യത്തിന് പുറത്തു പോയതാണ്. ആ അവസരത്തിൽ അതാ ഈ കുട്ടി രോഗിയായ ഘട്ടത്തിൽ തന്നെയാണ് അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറത്തു പോകുന്നത്. വീട്ടിലാണെങ്കിൽ ഉമ്മു സലമയാണുള്ളത്. ആ സമയത്ത് ഈ ഭർത്താവ് പുറത്തായിരിക്കുന്ന നേരത്തെ ഈ കുട്ടിയതാ മരണപ്പെടുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറത്തു പോകുന്ന അവസരത്തിൽ രോഗിയായി കിടക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിന്റെ മരണവിവരം എന്താണെന്ന് അതാ മൂടിവെക്കുകയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹ ആവശ്യം കഴിഞ്ഞ് മടങ്ങി വരുന്നു. മടങ്ങി വരുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഉമ്മു സുലൈം ഈ മരണവാർത്ത അറിഞ്ഞ കുടുംബത്തിലെ മറ്റാളുകളോട് പറഞ്ഞു, അബൂ തൽഹയുടെ മരണവിവരം നിങ്ങളാരും പറയണ്ട, അത് ഞാൻ പറഞ്ഞോളും. നിങ്ങളാരും പറയുന്നതിന്റെ നിങ്ങളൊന്നും പറയരുത്, ഞാൻ ഏറ്റെടുത്തോളാം അക്കാര്യമെന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറയുന്നു. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോ മുസ്ലിമാകുന്ന ഭാര്യയോട് ചോദിച്ചു, എന്താണ് നമ്മുടെ കുട്ടിയുടെ വിവരം, എന്താണ് നമ്മുടെ കുട്ടിയുടെ വിശേഷം, ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുന്നു, ഹുവ അസ്കനു മാ കാൻ, മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അവൻ വളരെ ശാന്തനാണ്, അവൻ വളരെ അടങ്ങി ഒതുങ്ങി കിടപ്പിലാണ്. അത്രയേ മഹദി പറഞ്ഞുള്ളൂ, മരിച്ചു എന്ന് പറഞ്ഞില്ല. ആ പ്രയോഗം മാത്രമേ നടത്തിയുള്ളൂ. മാത്രമല്ല അബൂ തൽഹ റളിയല്ലാഹു അൻഹു, നോക്കൂ നിങ്ങൾ, ഭർത്താവിന്റെ മനസ്സിന് പെട്ടെന്നൊരു ഷോക്ക് ഉണ്ടാകരുത്, ഒരു വിഷമമുണ്ടാകരുത്. ആ സഹോദരി ഏറെ മനസ്സിൽ മൂടിവെക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവതാ പുറത്തു നിന്ന് കയറി വരുമ്പോ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ട് പെട്ടെന്ന് മനസ്സിനെ ഞെട്ടിച്ചുകൂടാ. ആ സഹോദരി ക്ഷമിക്കുകയാണ്, ആ സഹോദരി സഹിക്കുകയാണ്. ഭർത്താവിനോട് ആ വിവരം തൽക്കാലത്തേക്ക് പറയാതെ ഭക്ഷണമുണ്ടാക്കി കൊടുക്കുന്നു. ഭക്ഷണമുണ്ടാക്കി കൊടുത്തു എന്ന് മാത്രമല്ല, അന്ന് ഞാൻ എന്ത് ചെയ്തു? എന്റെ ഭർത്താവിന് വേണ്ടി ഞാൻ അണിഞ്ഞൊരുങ്ങുക തന്നെ ചെയ്തു. എന്റെ ഭർത്താവിന്റെ മനസ്സിനെ പ്രീതിപ്പെടുത്താനും എന്റെ ഭർത്താവിന്റെ മനസ്സിന് സന്തോഷം വരാനും എന്ന നിലക്ക് ഞാനതാ അന്ന് എന്റെ ഭർത്താവുമായി രാത്രിയിൽ ഭക്ഷണത്തിന്റെ ശേഷം ഒരല്പം കഴിഞ്ഞ് അതാ ഞങ്ങൾ സഹശയനം നടത്തുക പോലും ചെയ്തു, ശാരീരികമായി സമ്പർക്കത്തിൽ ഏർപ്പെടുക പോലും ചെയ്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന്റെ ശേഷം അതാ പിന്നീട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ഈ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ സമീപിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? വളരെ തന്ത്രപരമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് അവരോട് ചോദിച്ചതെന്നോ? ഓ പ്രിയപ്പെട്ടവരെ,
നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലൗ അന്ന ഖൗമൻ ആറു ആരിയതഹും അഹ്ല ബൈത്തിൻ ഫതലബു ആരിയതഹും അലഹും മൻ യംനഉഹും. ഓ പ്രിയപ്പെട്ടവനെ, നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഏതെങ്കിലും ഒരാളുകളതാ അവരുടെ ഒരു സൂക്ഷിപ്പ് വസ്തു, അവരുടെ ഒരു വായ്പ തരുന്ന ഒരു സാധനം ഒരു വീട്ടുകാരെ ഏൽപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരികെ വരുമ്പോ ആ കുടുംബത്തോട് ഏൽപ്പിക്കപ്പെട്ട വായ്പാ വസ്തു, അതല്ലെങ്കിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച അമാനത്ത് വസ്തു തിരികെ ചോദിച്ചാൽ അലഹും മൻ യംനഉഹും, ഈ സൂക്ഷിച്ചു വെച്ച വീട്ടുകാർക്ക് ഞാനത് തരില്ല, ഞാനത് വിട്ടു തരില്ല എന്ന് പറഞ്ഞ